രാജ്യത്തെ നടുക്കിയ വിമാന ദുരന്തമായിരുന്നു ജൂൺ 12-ന് അഹമ്മദാബാദിലുണ്ടായിരുന്നത്. അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്ന എയർ ഇന്ത്യയുടെ ബോയിംഗ് ഡ്രീം ലൈനർ വിമാനമായിരുന്നു ടേക്ക് ഓഫിന് പിന്നാലെ തകർന്നു വീഴുകയും പിന്നീട് കത്തിച്ചാമ്പലാവുകയും ചെയ്തത്. വിമാനത്തിലുണ്ടായിരുന്ന 221 യാത്രക്കാർ ഉൾപ്പെടെ 260 പേരാണ് അന്നത്തെ അപകടത്തിൽ മരിച്ചത്. അതിന് പിന്നാലെയാണ് എന്തുകൊണ്ട് ഈ അപകടം ഉണ്ടായി, എന്താണ് അപകട കാരണം എന്നതിനെക്കുറിച്ചുള്ള പരിശോധനയിലേക്കും അന്വേഷണത്തിലേക്കും കടന്നത്. പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. സാങ്കേതിക തകരാറാണ്, അല്ല പക്ഷി ഇടിച്ചതാണ്, മറ്റെന്തൊക്കെയോ പ്രശ്നങ്ങളാണ്, പൈലറ്റുമാരുടെ വീഴ്ചയാണ് എന്ന തരത്തിൽ പലതരത്തിലുള്ള കഥകൾ വന്നു. അതിന് പിന്നാലെയാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ട് വരുന്നത്. അതിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത് ഈ വിമാനത്തിലെ എഞ്ചിനിലേക്കുള്ള 2 പവർ സ്വിച്ചും ഒരേ സമയത്ത് ഓഫായതാണ് അപകടത്തിന് കാരണമെന്നായിരുന്നു കണ്ടെത്തൽ. അതിൽ പൈലറ്റുമാരുടെ വീഴ്ചയിലേക്കായിരുന്നു ആ റിപ്പോർട്ടിൽ, അതായത് സംശയമുന മുഴുവൻ നീണ്ടതും പൈലറ്റുമാരെ കുറിച്ചായിരുന്നു. അതിനെതിരെ വലിയ വിമർശനവും രാജ്യത്ത് ഉടലെടുത്തു, ഉയർന്നു വന്നു. പൈലറ്റുമാരുടെ സംഘടനയൊക്കെ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തുകയൊക്കെ ചെയ്തിരുന്നു. ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു ഹർജി പരിഗണിച്ചു. അത് ഈ അപകടവുമായി ബന്ധപ്പെട്ട് കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു സ്വതന്ത്ര അന്വേഷണം വേണമെന്നാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ കോടതി ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നീതിയുക്തമായ ഒരു അന്വേഷണം തന്നെയാണ് ഇക്കാര്യത്തിൽ നടക്കേണ്ടത്. എന്താണ് സംഭവിച്ചത് എന്നത് രാജ്യത്തെ ജനങ്ങൾക്കറിയാനുള്ള ബാധ്യതയുണ്ട്. അപ്പോൾ നീതിയുക്തമായ ഒരു അന്വേഷണം ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെയുള്ള അന്വേഷണ റിപ്പോർട്ട്, പൈലറ്റുമാരുടെ വീഴ്ചയാണ് എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നതിനെയും സുപ്രീം കോടതി അതിരൂക്ഷമായി തന്നെ വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അന്വേഷണം നടക്കുമ്പോഴായാലും അതിന്റെ രഹസ്യ സ്വഭാവം അത് കീപ്പ് ചെയ്യണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ അപകടത്തിൽ മരിച്ച 4 യാത്രക്കാരുടെ കുടുംബങ്ങൾ ബോയിംഗ് കമ്പനിക്കെതിരെയും അതുപോലെ തന്നെ വിമാന ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന കമ്പനിക്കെതിരെയും US കോടതിയിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നമുക്കിതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. അജിം സർ, ഒരു സത്യസന്ധമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കുമെന്ന് കരുതുന്നുണ്ടോ? നമുക്കിപ്പോൾ അത് പറയാൻ കഴിയില്ല. കാരണം ഈ നമ്മൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും ഏവിയേഷൻ, സിവിൽ ഏവിയേഷൻ നടന്ന എല്ലാ രാജ്യങ്ങളും ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയിൽ അംഗമാണ്. അപ്പോൾ അവരുടെ കൺവെൻഷൻ റൂൾ പ്രകാരമുള്ള അന്വേഷണമാണ് ഈ അംഗരാജ്യങ്ങളിലെല്ലാം നടക്കുക. അതിൻ്റെ ഭാഗമാണ് ഇന്ത്യയിൽ ഈ എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ട്രിബ്യൂണൽ ബ്യൂറോ രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെ അന്വേഷണത്തിൻ്റെ പരമാവധി കാലാവധി 12 മാസമാണ്. ആ 12 മാസത്തിനുള്ളിൽ അവർക്ക് റിപ്പോർട്ട് കൊടുത്താൽ മതി. സാധാരണ 1 വർഷം എടുക്കാറുണ്ട്. ഏത് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ അത്രയും സമയം എടുക്കും. ഇപ്പോൾ പുറത്തു വന്ന ഒരു റിപ്പോർട്ട്, അത് പ്രിലിമിനറി റിപ്പോർട്ടാണ്, പ്രാഥമിക വിവരങ്ങളാണ്. അത് ഈ കോക്പിറ്റിലെ വോയിസ് റെക്കോർഡ് ഡാറ്റയും അതുപോലെ ബ്ലാക്ക് ബോക്സിലെ വിവരങ്ങളും അനുസരിച്ചുള്ള ചില പ്രാഥമിക സൂചനകൾ മാത്രമാണ് നൽകുന്നത്. പക്ഷേ ആ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഒന്ന്, അപകടത്തിൻ്റെ ഒരു കാരണം എന്താണെന്നുള്ള അസസ്മെൻറ്റിലേക്ക് ഈ അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്. 2, അത് ഒരുപാട് തരം കോൺസ്പിരസി തിയറീസിന് കാരണമാവുകയും ചെയ്തു. അതിൽ ഒന്നാമത്തെ കാര്യം, ഈ കോക്പിറ്റിൽ നിന്നുള്ള വോയിസ് റെക്കോർഡിൽ നിന്ന് കിട്ടിയ വളരെ സുപ്രധാനമായൊരു സൂചനയാണ് ഈ സ്വിച്ച് ആരാണ് ഓഫ് ചെയ്തത് എന്ന ചോദ്യം. അതായത് ഫ്യൂവൽ സ്വിച്ച് ആരാണ് ഓഫ് ചെയ്തതെന്ന് ഒരു പൈലറ്റ് മറ്റൊരു പൈലറ്റിനോട് ചോദിക്കുന്ന ചോദ്യം, ഞാൻ ഓഫ് ചെയ്തിട്ടില്ല എന്നുള്ള മറുപടി. അപ്പോൾ നമുക്കറിയാം, നമ്മളതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടതാണ് ആ സ്വിച്ച് എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത്. വളരെ ചെറിയ 2 സ്വിച്ചുകളാണ്. അപ്പോൾ ആ സ്വിച്ചുകൾ പൈലറ്റുമാരറിയാതെ ഓഫായി പോയോ, അതല്ല ഇനി പൈലറ്റുമാരിൽ ആരെങ്കിലും ഓഫ് ചെയ്തതാണോ, ഈ 2 ക്വസ്റ്റ്യനെ അവിടെ അവശേഷിക്കുന്നുള്ളൂ. അപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം കുറേയധികം മാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്ത, ഇതിലെ ഒരു മുതിർന്ന പൈലറ്റ്, അദ്ദേഹത്തിന് മാനസികമായ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നൊരു വാർത്ത പുറത്തു വരുന്നു. നമുക്കറിയാം, ഈ അന്വേഷണം ചെന്നെത്തുക എവിടെയാണ്? ഈ വിമാനം ഉണ്ടാക്കിയ ബോയിങ് എന്ന കമ്പനിയിലാണ്. അപ്പോൾ ബോയിങ് എന്ന കമ്പനി അവരുടെ റെപ്യൂട്ടേഷനും അവരുടെ ലാഭവും എല്ലാം സംരക്ഷിക്കാൻ വേണ്ടി അവർ ഏതറ്റം വരെയും പോകും. അമേരിക്കയിൽ അത് അനുവദനീയം കൂടിയാണ്. അതിനുവേണ്ടി പണം ചെലവഴിച്ചുകൊണ്ട് അവർ പബ്ലിക് റിലേഷൻ നടത്തും. അപ്പോൾ അത്തരത്തിലുള്ള ചില വാർത്തകൾ വരും. മുമ്പും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പൈലറ്റുമാരെ കുറ്റപ്പെടുത്തുക എന്നുള്ളത് എല്ലാ ഈ എയർക്രാഫ്റ്റ് അപകടങ്ങളിലെയും അന്വേഷണങ്ങളിലൊരു പ്രഥമ പടിയാണ്. ആദ്യം പൈലറ്റുമാരെ കുറ്റപ്പെടുത്തുക, പിന്നീടാണ് എന്താണ് അതിൻ്റെ യഥാർത്ഥ കാരണത്തിലേക്ക് എത്തുക. ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. മുമ്പ് 2018 ഇന്തോനേഷ്യയിൽ ലയൺ എയർ എന്ന് പറഞ്ഞാൽ അവിടെ ഇന്തോനേഷ്യയിൽ ഒരു വിമാന കമ്പനിയാണ്. അവരുടെ വിമാനം കടലിൽ വീണിരുന്നു. കടലിൽ വീണത് അതും ഒരു ബോയിങ് വിമാനമായിരുന്നു. ഡ്രീം ലൈനർ അല്ല, ബോയിങ്ങിൻ്റെ മാക്സ് വിമാനമാണ്, 787 മാക്സ് വിമാനമായിരുന്നു. അപ്പോൾ ആ വിമാനം വീണപ്പോഴും ആദ്യം വന്ന വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, പ്രത്യേകിച്ചും US മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ, അതൊരു ഇന്ത്യക്കാരനായ പൈലറ്റായിരുന്നു ആ വിമാനം ഓടിച്ചിരുന്നത്. അതൊരു അമേരിക്കൻ പൈലറ്റായിരുന്നെങ്കിൽ ആ അപകടം സംഭവിക്കില്ലായിരുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ ഈ പൈലറ്റുമാരുടെ തലയിലേക്ക് അടിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യക്കാർ റേഷ്യലി ഇന്ത്യൻ പൈലറ്റ് ആകുമ്പോൾ അവർക്ക് സ്കില്ല് കുറവായിരിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ വരുമായിരുന്നു. ഇവിടെയും അതാണ് സംഭവിക്കുന്നത്. ഇവിടെ ബോയിങ്ങിനെ രക്ഷിക്കാൻ വേണ്ടി അമേരിക്കൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇന്ത്യൻ പൈലറ്റുമാരെ, ഈ പൈലറ്റുമാരെ കുറ്റപ്പെടുത്തുകയാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ പൈലറ്റുമാരുടെ അസോസിയേഷൻ, അതുപോലെ ഇപ്പോൾ ഒരു NGO സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം,
ഈ മരിച്ച പൈലറ്റ്മാരിലൂടെ സുമിത് സബർവാൾ അദ്ദേഹത്തിൻ്റെ പിതാവ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിച്ചു. ഇപ്പോൾ നടക്കുന്ന അന്വേഷണം പൈലറ്റുമാരെ കുറ്റപ്പെടുന്നതാണ്. അതൊരു സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അന്വേഷണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഇന്ത്യയിലെ ഈ ഏവിയേഷൻ റൂൾ പ്രകാരമുള്ള അന്വേഷണങ്ങൾ രണ്ട് തരത്തിലുള്ള അന്വേഷണങ്ങളാവും. ഒന്ന് ഇപ്പോൾ പറയുന്ന ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ നടത്തുന്ന അന്വേഷണം, മറ്റൊന്ന് കോടതിയുടെ മേൽനോട്ടത്തിലുള്ളൊരു തുറന്ന അന്വേഷണം. ഈ ബ്യൂറോയുടെ അന്വേഷണത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് വളരെ കോൺഫിഡൻഷ്യൽ ആയിരിക്കും. അതിൻ്റെ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മാത്രമേ അതിൻ്റെ വിശദാംശങ്ങൾ, ഇപ്പോൾ വോയിസ് റെക്കോർഡ് ഡാറ്റ ഉൾപ്പെടെ ബ്ലാക്ക് ബോക്സ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തറിയും. കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണമാണെങ്കിൽ ഇതിലെല്ലാ വിവരങ്ങളും ട്രാൻസ്പെറൻ്റ് ആയിരിക്കും, ആളുകൾക്ക് അറിയാൻ കഴിയും. അപ്പോൾ ആ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ വേണം ഇക്കാര്യത്തിലെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. അതിൻ്റെ കാരണം ഈ പൈലറ്റുമാരെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കാണ്. ഇത് ഞാൻ പറയാൻ കാരണം ഞാൻ മുമ്പ് പറഞ്ഞ ഇന്തോനേഷ്യൻ അപകടത്തിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇന്തോനേഷ്യയിലെ ആ വിമാനം പോയത് എന്തുകൊണ്ടാണ് എന്ന് കണ്ടുപിടിക്കാനേ കഴിഞ്ഞില്ല ആദ്യഘട്ടങ്ങളിൽ. ഇതുപോലെ പ്രിലിമിനറി റിപ്പോർട്ട് വരുമ്പോൾ പൈലറ്റുമാരെ കുറ്റപ്പെടുന്ന രീതിയിലുള്ള റിപ്പോർട്ട് വരുന്നു. യഥാർത്ഥത്തിൽ ആ വിമാനം താഴെ പോയത് എന്തുകൊണ്ടാണ്? ബോയിങ് ഒരു പുതുതായി ഇറക്കിയ വിമാനമായിരുന്നു അത്. ആ വിമാനത്തിന് പഴയൊരു വിമാനത്തിൻ്റെ ഫോസിലേജിൽ ഭാരം കൂടിയ എൻജിൻ വെച്ചു. ഭാരം കൂടിയ എൻജിൻ വയ്ക്കുമ്പോൾ അവർ കൂടുതൽ ഫ്യൂൽ എഫിഷ്യൻസിക്ക് വേണ്ടിയാണ് അത് ചെയ്തത്. ഈ ഭാരം കൂടിയ എൻജിൻ വയ്ക്കുമ്പോൾ ഈ വിമാനത്തിൻ്റെ നോസ് കുറച്ച് താഴേക്ക് പോകും, അതിൻ്റെ ബാലൻസിൽ കുറച്ച് താഴേക്ക് പോകും. അപ്പോൾ താഴേക്ക് പോകുന്നത് തടയാൻ, അത് പറന്നുകൊണ്ടിരിക്കുമ്പോൾ അത് ആ നോസ് താഴേക്ക് ഡൈവ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇവർ ഒരു സോഫ്റ്റ്വെയർ ഘടിപ്പിച്ചു. അതായത് ആംഗിൾ ഓഫ് അറ്റാക്ക് എന്ന് പറയുന്ന ഒരു സാങ്കേതിക പദമുണ്ട് എയറോഡൈനാമിക്സിൽ. ആംഗിൾ ഓഫ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ വിമാനം ഒരു പ്രത്യേക ആംഗിളിൽ നിൽക്കുമ്പോഴാണ് മുന്നോട്ട് പോവുക. അതിൻ്റെ നോസ് താഴേക്ക് പോവുകയോ ഓവറായിട്ട് ഇങ്ങനെ ആവുകയോ ചെയ്താൽ അതിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ ഈ ആംഗിൾ ഓഫ് അറ്റാക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി, ആ കൃത്യമായ ആംഗിൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു. അതിന് ഒരു സെൻസർ ഉണ്ട് അതിന് മുമ്പിൽ. അത് ക്ലിയർ ആക്കാൻ വേണ്ടി, അതായത് ഈ വിമാനത്തിൻ്റെ എഞ്ചിനുകളുടെ അമിതഭാരം മൂലം അത് നോസ് ഡൈവ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഈ ആംഗിൾ ഓഫ് അറ്റാക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരു സെൻസറും ഒരു സോഫ്റ്റ്വെയറും ഉണ്ടായിരുന്നു. ഈ സോഫ്റ്റ്വെയറും ഈ സെൻസറും തകരാറിലായതാണ് ഈ വിമാനം നോസ് ഡൈവ് ചെയ്യാനുള്ള കാരണം. അതായത് അനാവശ്യമായി ഇത് താഴേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്, ഇത് മുകളിലേക്ക് പോകാതിരിക്കാൻ അനാവശ്യമായി താഴേക്ക് പോയിക്കൊണ്ടിരുന്നത് വിമാനം കടലിലേക്ക് കൂപ്പുകുത്തുകയാണ് ചെയ്തത്. അതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊരു സോഫ്റ്റ്വെയർ ആ വിമാനത്തിലുള്ള കാര്യം പൈലറ്റുമാർക്ക് അറിയില്ലായിരുന്നു. ഈ വിമാനം പുറത്തിറങ്ങിയപ്പോൾ ഇങ്ങനെയൊരു സോഫ്റ്റ്വെയർ ഇതിലുണ്ട്. ഇനി എന്തെങ്കിലും കാരണങ്ങളാൽ ഈ സെൻസർ തെറ്റായ സന്ദേശം കൊടുക്കുകയും ആ സോഫ്റ്റ്വെയർ നോസ് ഡൈവ് ചെയ്യുകയും ചെയ്താൽ എന്ത് ചെയ്യണം എന്ന് പോലും പൈലറ്റുമാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതെന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ ആ വിഷയം വേണ്ടി ഒരു 1-2 മണിക്കൂർ ട്രെയിനിങ് കൊണ്ട് പൈലറ്റുമാർക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ലോകത്ത് മുഴുവൻ ബോയിങ്ങിൻ്റെ ഇതേ വിമാനങ്ങൾ പറത്തുന്ന പൈലറ്റുമാരെ അമേരിക്കയിൽ കൊണ്ടുവന്ന് അവർക്കൊരു ട്രെയിനിങ് കൊടുക്കാൻ പൈസ ചിലവാകും. അതുകൊണ്ട് ബോയിങ് അത് ചെയ്തില്ല. അതിന് വില കൊടുക്കേണ്ടി വന്നു, അത്രയും ജീവനുകളാണ്. അപ്പോൾ ഈ സംഭവം പുറത്തു വന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഈ സംഭവം പുറത്തു വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ താഴേക്ക് പോയ വിമാനത്തിൽ അമേരിക്കൻ പൗരന്മാരുണ്ടായിരുന്നു. അപ്പോൾ അമേരിക്കൻ പൗരന്മാരുടെ ബന്ധുക്കൾ അമേരിക്കയിലെ കോടതിയിൽ ഈ വിഷയം ഉന്നയിച്ച് കേസ് കൊടുത്തു. അമേരിക്കയിലെ കോടതിയിൽ കേസ് കൊടുക്കുക മാത്രമല്ല, ഒരു പൊളിറ്റിക്കൽ പ്രഷറിൻ്റെ ഭാഗമായി അമേരിക്കൻ കോൺഗ്രസ് തന്നെ സമാന്തരമായ ഒരു അന്വേഷണം നടത്തി. ഈ പറയുന്ന MCAS എന്നാണ് സോഫ്റ്റ്വെയറിൻ്റെ പേര്. ആ സോഫ്റ്റ്വെയറിലെ തകരാറാണ് ഈ വിമാന ദുരന്തത്തിന് കാരണമെന്ന് അമേരിക്കൻ കോൺഗ്രസിൻ്റെ അന്വേഷണ കമ്മിറ്റി കണ്ടെത്തി. അമേരിക്കൻ കോടതികളിലും ഇത് കേസ് വന്നു. അതോടുകൂടി ബോയിങ്ങിന് വേറെ നിവൃത്തിയില്ലാണ്ടായിരുന്നു. അമേരിക്കൻ ഭരണകൂടം ആ മോഡൽ വിമാനങ്ങളെല്ലാം താഴെ ഇറക്കാൻ ഉത്തരവിട്ടു. പിന്നീട് അത് ആ സോഫ്റ്റ്വെയർ ശരിയാക്കിയതിന് ശേഷം പറന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും വലിയ ഇൻസിഡൻ്റായി മാറി. അതെന്തുകൊണ്ടായത്? അത് ഇന്തോനേഷ്യയിലെ വിമാനാപകടമായതുകൊണ്ട് ഇവർ അവഗണിച്ചു. ആദ്യം തുടക്കത്തിൽ അത് അവഗണിച്ചു, പൈലറ്റുമാരെ കുറ്റപ്പെടുത്തി. സമാനമായ സിറ്റുവേഷനാണ് ഇന്ത്യയിലും. അതിലുണ്ടായിരുന്നത് 56 പേരോ മറ്റോ കൃത്യോർമ്മയില്ല. 50-ലധികം ആളുകൾ ബ്രിട്ടീഷ് പൗരന്മാരാണ്. ബാക്കി ഒരു കാനഡക്കാരനും ഒരു പോർച്ചുഗീസുകാരനും ബാക്കി മുഴുവൻ ഇന്ത്യക്കാരുമാണ്. അപ്പോൾ ഈ ഒരു ഇന്ത്യൻ വിമാനം, ഇന്ത്യക്കാരെയും വഹിച്ചുകൊണ്ട് പോയ ഒരു ബോയിങ് വിമാനം ഇന്ത്യയിൽ തന്നെ വീണ്ടിരിക്കുകയാണ്. വേണമെങ്കിൽ ബ്രിട്ടന് ഈ അന്വേഷണവുമായി സഹകരിക്കാം, കാരണം ബ്രിട്ടീഷ് പൗരന്മാർ മരിച്ചിട്ടുണ്ട്. അമേരിക്കയ്ക്കും ഈ വിമാനം നിർമ്മിച്ച രാജ്യം എന്ന നിലയിൽ അമേരിക്കയും ഇതിനോട് സഹകരിക്കും. പക്ഷേ അങ്ങനെ ആദ്യം തുടക്കത്തിൽ അവർ വന്നത് പരിശോധിച്ചു എന്നല്ലാതെ ഈ അന്വേഷണമായിട്ട് അവർ കാര്യമായിട്ട് സഹകരിക്കുന്നില്ല. അപ്പോൾ ഈ അന്വേഷണം നേരെയല്ല പോകുന്നതെങ്കിൽ ഇതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതായത് പൈലറ്റുമാരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു അന്തിമ റിപ്പോർട്ട് വന്നേക്കാം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇന്ത്യയിൽ ഇത് അന്വേഷിക്കുന്ന എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അതൊരു സ്വതന്ത്ര ഏജൻസിയാണ്. നമുക്ക് മറ്റൊരു ഏജൻസി ഉണ്ട്, ഏവിയേഷൻ ലോ പ്രകാരം മറ്റൊരു ഏജൻസി എന്ന് പറഞ്ഞാൽ DGC ആണ്, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. അപ്പോൾ ഈ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ്റെ ഉത്തരവാദിത്വം എന്താണ്? നമ്മുടെ രാജ്യത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിമാനങ്ങൾ, നമ്മുടെ രാജ്യത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്ത വിമാനങ്ങളുടെ സുരക്ഷ, അതിൽ ഏവിയേഷനിലെ സെക്യൂരിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം DGCയ്ക്കാണ്. അപ്പോൾ ഒരു വിമാനാപകടം ഉണ്ടായി. ഒരു വിമാനാപകടം എങ്ങനെ ഉണ്ടായി എന്ന് പരിശോധിക്കാൻ വേണ്ടി DGCയുടെ ഉദ്യോഗസ്ഥർ ഇറങ്ങി പുറപ്പെട്ടാലോ? ഇപ്പോൾ നമ്മൾ ഈ അപകടം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയിൽ DGCയിലെ 3 ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സുപ്രീം കോടതിയിൽ മറ്റൊരു ഹർജി പോയിട്ടുള്ളത്. അത് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ,
ഒരു വാഹനാപകടം ഉണ്ടായി. വാഹനാപകടം ഉണ്ടാകുമ്പോൾ ആ വാഹനത്തിന് ഫിറ്റ്നസ് കൊടുക്കുന്ന മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരെ അന്വേഷിച്ച് എങ്ങനെയായിരിക്കും ഫലം? അവർ പറയും ഇത് അടിപൊളിയായിരുന്നു, ഇത് വേറെ എന്തോ കുഴപ്പം കൊണ്ട് ഇടിച്ചാണെന്ന് അവർ റിപ്പോർട്ട് കൊടുക്കുക. കാരണം ഇതിന് ഫിറ്റ്നസ് കൊടുത്ത് ഇവരാണ്, ഇതെന്തുകൊണ്ട് ഫിറ്റ്നസ് കൊടുത്തെന്ന് ചോദ്യം അവരോട് വരും. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സുപ്രീം കോടതിയിൽ മറ്റൊരു ഹർജിയും പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടം ഹർജികൾ സുപ്രീം കോടതിയിലുണ്ട്. അപ്പോൾ ഇന്ന് കോടതി ഈ ഹർജികൾ പരിഗണിച്ചതിന് ശേഷം പറഞ്ഞത്, ഈ പ്രശാന്ത് ഭൂഷണായിരുന്നു ഒരു ഹർജിക്കാരൻ്റെ അഭിഭാഷകൻ. അദ്ദേഹം പറഞ്ഞു ഈ പറയുന്ന കോക്ക്പിറ്റ് വോയിസ് റെക്കോർഡും അതുപോലെ ബ്ലാക്ക് ബോക്സ് രേഖകളും പുറത്തുവിടണം, അതിലെന്താണ് സംഭവിച്ചതെന്ന് ലോകം അറിയണം, അതല്ലെങ്കിൽ നിരപരാധികൾ വേട്ടയാടപ്പെടുമെന്ന് വാദിച്ചു. അപ്പോൾ കോടതി ചൂണ്ടിക്കാട്ടി വരാം ഇത് കോൺഫിഡൻഷ്യൽ കാര്യമാണ്, അന്വേഷണം പൂർണ്ണമായതിനു ശേഷം മാത്രമേ ഇത്തരം വിവരങ്ങൾ പുറത്തുവിടാൻ കഴിയൂ എന്നാണ് കോടതി പറഞ്ഞത്. മറ്റൊന്ന് DGCAയ്ക്കും വ്യോമയാന മന്ത്രാലയത്തിനും നോട്ടീസ് അയക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇത് എന്തെങ്കിലും മാറ്റം ഈ അന്വേഷണത്തിൽ ഇപ്പോൾ ഉണ്ടാക്കുമെന്ന് നമുക്ക് ഒരു നിഗമനത്തിലെത്താൻ കഴിയില്ല. പക്ഷേ അമേരിക്കയിലെ ഡെലവേറിലെ കോടതിയിൽ ഈ മരിച്ച ഇരകളുടെ 4 ബന്ധുക്കൾ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസിൻ്റെ ഭാഗമായി ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ അവിടെ നിന്നൊരു അഭിഭാഷകൻ ഇന്ത്യയിൽ വന്ന് ഈ സംഭവസ്ഥലം സന്ദർശിക്കുകയും ബന്ധുക്കളെ കാണുകയും ആ അപകടത്തിൽ രക്ഷപ്പെട്ട ഒരാളുണ്ടല്ലോ അയാളെ പോയി കാണുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അത് നിർണായകമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് അമേരിക്കയിലാണ് ബോയിങ് വിമാനം നിർമ്മിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അമേരിക്കൻ കോടതിയിൽ വരുന്നൊരു കേസ് ഈ അന്വേഷണത്തെ കുറേ കൂടി പ്രഷറൈസ് ചെയ്യും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ അമേരിക്കയിൽ കൊടുത്തുള്ള കേസ് ബോയിങ് കമ്പനിക്കെതിരെയും അതുപോലെ ആ ഫ്യൂവൽ സ്വിച്ച് ഉണ്ടല്ലോ തനിയെ ഓഫായി എന്ന് തോന്നിപ്പിക്കുന്ന ഫ്യൂൽസ്, കാരണം അത് തനിയെ ഓഫാകാനുള്ള സാധ്യതയെക്കുറിച്ച് അമേരിക്കയുടെ ഫെഡറൽ ഏവിയേഷൻ ഏജൻസി ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരുന്നു. എല്ലാവരും അത് ചെക്ക് ചെയ്യണം, കാരണം അത് ഒരു സ്പ്രിങ് മോശമായാൽ പോലും അത് ഓഫാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് കൊടുത്തിരുന്നു. എയർ ഇന്ത്യ ചെക്ക് ചെയ്തില്ല, അത് മാറ്റി വയ്ക്കുകയൊന്നും ചെയ്തില്ല. അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ നിലനിൽക്കെ, അങ്ങനെ ഒരു ഗൈഡ് ലൈൻ നിലനിൽക്കെ ഈ ബോയിങ് വിമാന കമ്പനിക്കെതിരെയും അതുപോലെ ആ സ്വിച്ച് ഉണ്ടാക്കിയ ഹണിവെൽ എന്ന കമ്പനിക്കെതിരെയുമാണ് കേസ് കൊടുത്തിട്ടുള്ളത്. അമേരിക്കയിലെ ഒരു നിയമപ്രകാരം ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിക്ക് ആ പ്രൊഡക്റ്റ് മൂലമുണ്ടാകുന്ന അപകടങ്ങളുടെ ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെ ഒരു നിയമം അമേരിക്കയിലുള്ളതുകൊണ്ട് ആ നിയമപ്രകാരമാണ് ഈ കേസ്. എന്നിരിക്കെ ഈ 2 കമ്പനികളെയും ഹണിവെലിനെയും അതുപോലെ ബോയിങ്ങിനെയും ഇവർക്ക് ഈ കേസിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നു എന്നുള്ളിടത്ത് ഈ അന്വേഷണം കുറേ കൂടി ശരിയായ ദിശയിൽ പോകാൻ സാധ്യതയുണ്ട്. അല്ല, അവിടെ നടക്കുന്നത് വെച്ചാൽ അങ്ങനെ ഒരു നിയമം അവിടെ ഉള്ളതുകൊണ്ടാണ്. അത് ആ 2 കമ്പനികളെയും ഈ കേസിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുവരുമ്പോൾ അങ്ങനെ ഒരു നിയമം ഉള്ളതുകൊണ്ടാണ് അത് സാധിക്കുന്നത്. മറ്റൊന്ന്, ഈ 50-ലധികം ബ്രിട്ടീഷ് പൗരന്മാർ ഈ ദുരന്തത്തിൽ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രിട്ടൻ്റെ ഒരു സമ്മർദ്ദം വേറൊരു തരത്തിലുണ്ടെങ്കിൽ ഈ ഇന്ത്യൻ പൈലറ്റുമാരെ ഇന്ത്യക്കാരെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടിലേക്ക് പോകാൻ കഴിയില്ല. ഇതിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ DGCAയിലെ 3 ഉദ്യോഗസ്ഥർ ഈ അന്വേഷണ സംഘത്തിലുണ്ട്. ബോയിങ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പനിയാണ്, ഇന്ത്യൻ എയർലൈൻസ് ഇന്ത്യൻ കമ്പനിയാണ്. ഇത് ഇന്ത്യയും US തമ്മിൽ നിലനിൽക്കുന്ന ഉലഞ്ഞിട്ടുള്ളൊരു ഡിപ്ലോമാറ്റിക് ബന്ധമുണ്ട്. ആ ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ അന്വേഷണം കുറേ കൂടി ശ്രദ്ധയാകർഷിക്കുന്നത്. കാരണം ഇപ്പോൾ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഡിപ്ലോമാറ്റിക് ടൈസ് ഉലഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇതൊന്ന് ശരിയായി അന്വേഷിച്ച് ഒരു അമേരിക്കൻ കമ്പനിയെ ഇതിൻ്റെ പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരാമെന്ന് ഇന്ത്യൻ ഏജൻസികൾ ചിന്തിച്ചാൽ, ശരിയായ അന്വേഷണം നടത്തി അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ കാരണം പുറത്തേക്ക് വരാം. അതല്ല, അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെ തുടർന്ന് പ്രത്യേകിച്ചും ബോയിങ് പോലുള്ള ഒരു അന്താരാഷ്ട്ര കമ്പനിയുടെ സമ്മർദ്ദം ഈ അന്വേഷണ സംഘത്തിന് മേലുണ്ടായാൽ, DGCAയ്ക്ക് മേലുണ്ടായാൽ ഈ അന്വേഷണം ശരിയായ രീതിയിൽ പോകാതിരിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ കോടതിയുടെ മേൽനോട്ടത്തിലുള്ളൊരു അന്വേഷണത്തിന് ഇനി സാധ്യത കുറവാണ്. കാരണം അന്വേഷണം ഏതാണ്ട് പകുതി വഴി എത്തിക്കഴിഞ്ഞു. ഇനി പൂർണ്ണ റിപ്പോർട്ടാണ് വരാനുള്ളത്. 100 ദിവസം കഴിഞ്ഞപ്പോൾ അപകടം കഴിഞ്ഞിട്ട്. അപ്പോൾ മിക്കവാറും ഈ അന്വേഷണം തുടരാൻ ആവശ്യപ്പെടുകയാവും സാധാരണ രീതിയിൽ കോടതി ചെയ്യുക. പക്ഷേ ഈ അമേരിക്കയിൽ നിൽക്കുന്ന കേസ് ഈ അന്വേഷണത്തിൽ വളരെ നിർണായകമാവുകയും ചെയ്യും. നൗഫൽ, ഇതിപ്പോൾ അതെ ആരുടെ പൈലറ്റുമാരുടെ വീഴ്ചയാകട്ടെ, ഇനി അല്ല മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളോ എന്തോ ആകട്ടെ, ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ യഥാർത്ഥത്തിൽ എന്താണ് അഹമ്മദാബാദിൽ സംഭവിച്ചത് എന്നത് പുറത്തു വരേണ്ടത് അത് വളരെ അത്യന്താപേക്ഷിതമല്ലേ? ജെയിംസ് വളരെ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. സാധാരണ ഒരു വിമാനം തകരുന്നത് എങ്ങനെയൊക്കെയാണ്? ഒന്നുകിൽ പൈലറ്റിൻ്റെ പിഴവ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സാങ്കേതിക പ്രശ്നമായിരിക്കാം. ഈ 2 കാരണങ്ങളാണല്ലോ. ഇതിൽ പൈലറ്റിൻ്റെ പിഴവാണോ എന്ന് കണ്ടെത്തുക എന്നുള്ളത് വളരെ ദുഷ്കരമാണ്. കാരണം ഈ ബ്ലാക്ക് ബോക്സിലെ ഡാറ്റ കൃത്യമായി എടുക്കാൻ സാധിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. കാരണം ഈ ഫ്ലൈറ്റ് പൂർണ്ണമായ തകർച്ചയാണ് ഫ്ലൈറ്റിന് സംഭവിച്ചത്. ബ്ലാക്ക് ബോക്സിന് വരെ തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് കേട്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് കുറച്ച് സമയമെടുക്കും എന്ന് പറയുകയുണ്ടായി. പക്ഷേ അതിലുള്ള വോയിസ് റെക്കോർഡറിൽ അല്പം സംഭാഷണം കിട്ടി എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്വിച്ചിൻ്റെ അപാകതയാണ്, സ്വിച്ച് ഓഫായി പോയതാണ് കാരണമെന്ന് പറയുന്നത്. രണ്ടാമത്തെ കാരണം ഇതിൻ്റെ എൻജിൻ തകരാറിനെ കുറിച്ചാണല്ലോ. ഈ സ്വാഭാവികമായും ഈ വിമാന നിർമ്മാണ കമ്പനി അവരുടെ ഭാഗത്തല്ല തെറ്റ് എന്ന് തെളിയിക്കാനാണ് പരമാവധി ശ്രമിക്കുക.
കാരണം അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്, അവരുടെ റെപ്യൂട്ടേഷൻ്റെ പ്രശ്നമാണ്, ലോകമൊന്നാകെയുള്ളൊരു കമ്പനിയാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ആ നിലയ്ക്ക് അവരുടെ നീക്കങ്ങൾ നടത്തും. ഈ പൈലറ്റുമാരെ കുറ്റപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് തള്ളിക്കളയാനുമാവില്ല. കാരണം ഇപ്പം ഏറ്റവും ഒടുവിൽ നമ്മൾ ഏറ്റവും അടുത്തറിഞ്ഞ വിമാനാപകടം കരിപ്പൂരിലെ വിമാനത്താവളത്തിലുണ്ടായ അപകടമാണല്ലോ. അവിടെ പൈലറ്റിൻ്റെ പിഴവാണെന്ന് അന്ന് അന്വേഷണ റിപ്പോർട്ടുണ്ട്. അതായത് വിമാനം ഇറങ്ങേണ്ട സ്ഥലത്തല്ല അത് ലാൻഡ് ചെയ്തത്. റൺവേയിൽ നിന്ന് ലാൻഡ് ചെയ്യുന്ന സ്ഥലത്തു നിന്നും കുറേ ദൂരെ ആയിട്ടാണ് ഈ വിമാനം ലാൻഡ് ചെയ്തത്. അത് കാരണം വിമാനത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്ലോ ഡൗൺ ചെയ്ത് തിരിച്ചു വരാനുള്ള സമയം കിട്ടിയില്ല. അങ്ങനെ റൺവേ കഴിഞ്ഞ് താഴേക്ക് വീഴുന്ന അവസ്ഥ ഉണ്ടായി. അത് വളരെ എക്സ്പീരിയൻസ്ഡായ പ്രായമുള്ള ഒരു പൈലറ്റായിരുന്നു ആ തെറ്റ് ചെയ്തതെന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ ഒരു തെറ്റ് ഇവിടെയും സംഭവിക്കാനുള്ള സാധ്യതയൊക്കെയുണ്ട്. പക്ഷേ ഈ തെറ്റ് എന്ന് പറഞ്ഞാൽ അപൂർവങ്ങളിൽ അപൂർവമായി സംഭവിക്കുന്ന ഒന്നാണ്. കാരണം സ്വിച്ച് ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു പൈലറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് സാധ്യമല്ല. 30 വർഷത്തെ എക്സ്പീരിയൻസ് ഈ പൈലറ്റ് സുമിത് സബർവാൾ അല്ലേ, 30 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അയാൾ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് മാത്രമല്ല, അയാൾ പൈലറ്റുമാർക്ക് പരിശീലനം നൽകുന്ന വ്യക്തി കൂടിയാണ്. അങ്ങനെ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളിൽ നിന്ന് ഇത്തരം ഒരു അബദ്ധമാണെങ്കിൽ ആ അബദ്ധം സംഭവിക്കാനുള്ള സാധ്യത. പിന്നെ ഒന്ന്, ഈ പൈലറ്റ് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചെയ്തു എന്നുള്ളതൊക്കെ പറഞ്ഞ ആരോപണങ്ങളാണ്. അതിന് പല കാരണങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നിറയുന്നു. അതായത് ഇദ്ദേഹത്തിൻ്റെ ഡൈവേഴ്സ് അടുത്തിടെയാണ് കഴിഞ്ഞത്, പിന്നെ അമ്മ അടുത്തിടെ മരിച്ചു. ഇതിലൊക്കെ മനംനൊന്നാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പാതകം ചെയ്തത് എന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പിതാവ് പുഷ്കർ അദ്ദേഹം നൽകിയ പരാതി അദ്ദേഹം പറയുന്നുണ്ട്. ഇദ്ദേഹം ഡൈവേഴ്സായിട്ട് 15 വർഷം കഴിഞ്ഞു. പിന്നെ അദ്ദേഹത്തിൻ്റെ അമ്മ മരിക്കുന്നത് 3 വർഷം മുമ്പാണ്. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഒരാൾ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ്? അപ്പം ഇതിൽ അദ്ദേഹം പറയുന്നൊരു പ്രധാന പ്രശ്നം, ഇങ്ങനെ ഒരു റിപ്പോർട്ട്, ഒരു ഇടക്കാല റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് എന്തുകൊണ്ട് പുറത്തുവിട്ടു എന്നുള്ളതാണ്. അങ്ങനെ കംപ്ലീറ്റ് ആകാത്ത ഇനിയും ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തേണ്ടുന്ന ഒരു അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് എന്തിനാണ് പുറത്തുവിടുന്നത്, എന്തിനാണിത് പൊതുജനങ്ങളുടെ മധ്യേ എത്തിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അതായത് ഇതിൽ എന്തോ ഒന്ന് ബോയിങ്ങിനെ രക്ഷിക്കാൻ അല്ലെങ്കിൽ അത്തരം കമ്പനികളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ടോ എന്നുള്ള ആശങ്കയാണ് അദ്ദേഹം പങ്കുവച്ചത്. ഏതായാലും ഇത് കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്, ദിവ്യ സൂചിപ്പിച്ചതുപോലെ. കാരണം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാം ആവശ്യമാണ്. ഇതിപ്പോൾ സാധാരണ റോഡ് ആക്സിഡൻറ്റോ അല്ലെങ്കിൽ ട്രെയിൻ ആക്സിഡൻറ്റോ പോലെ ഒന്നുമല്ലല്ലോ. ഒരു വിമാനം ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ മിക്കവാറും എല്ലാവരും മരണത്തിന് കീഴടങ്ങേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായും ഈ ഏറ്റവും അപകടത്തിൻ്റെ എണ്ണം കുറവാണെങ്കിലും അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ആരും അവശേഷിക്കാത്ത ഒന്നാണല്ലോ വിമാനാപകടം. അതുകൊണ്ട് തന്നെ ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമം നടക്കേണ്ടതുണ്ട്. അതിന് ഈ അന്വേഷണ റിപ്പോർട്ട് അന്വേഷണം സത്യസന്ധമായിരിക്കണം. അങ്ങനെ ആയെങ്കിൽ മാത്രമേ ഇത് ആവർത്തിക്കാതിരിക്കാൻ കാരണമാകുന്നുള്ളൂ. ആ രീതിയിലേക്ക് അന്വേഷണം പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.